ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് ഈന്തപ്പഴം അച്ചാർ ചെയ്യാം. അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് 3 കപ്പ്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ്, ക്യൂബ്സായിട്ട്. ഈന്തപ്പഴം ഒരു 10 എണ്ണം, അതും അതുപോലെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ചെയ്യാൻ തുടങ്ങാം. പാൻ ചൂടായി. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണ, ഇതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് വഴറ്റണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി. ഇനി തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെടുത്ത് മാറ്റുന്ന പാത്രം, നമ്മൾ കോരി വയ്ക്കുന്ന പാത്രം അല്പം പോലും വെള്ളമയം ഇല്ലാത്തതായിരിക്കണം. സ്റ്റൗ വീണ്ടും ഓണാക്കാം. അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ വീണ്ടും ഒഴിക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് നല്ലെണ്ണയാണ്. എണ്ണ ചൂടായി. ഇനി 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി, അത് ചെറുതായിട്ട് അരിഞ്ഞത്, അര കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ കളറ് മാറി വരുന്ന പരുവത്തിൽ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് 3 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക്
1/4 കപ്പ് വിനീഗർ, 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ. അങ്ങനെ വിനീഗർ ചേർത്തിരിക്കുന്ന 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ. ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ചേർക്കാം. ഡേറ്റ്സ് ഒന്നും ഞാൻ നേരത്തെ സോക്ക് ചെയ്യുന്നില്ല. ഞാനൊരു പിക്കിളിലും അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ ദുബായിൽ കിട്ടുന്ന ഡേറ്റ്സ് വളരെ നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്. പിന്നെ പോരെങ്കിൽ ഈ വിനീഗറിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കൊള്ളും. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതെടുത്ത് വെക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇരിക്കരുത്. വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയതായിരിക്കണം. അച്ചാർ കൂടുതൽ ദിവസം വെച്ചേക്കണമെന്നുണ്ടെന്നിടയിൽ നല്ലെണ്ണ ചൂടാക്കി അത് തണുത്തതിന് ശേഷം അച്ചാറിൻ്റെ മുകളിൽ ഒഴിച്ച് വെക്കുക. അതല്ലെങ്കിൽ ഒരു തുണി നല്ലെണ്ണയിൽ മുക്കി അച്ചാറിൻ്റെ മുകളിലിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക. ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് മാത്രമേ ഫ്രിഡ്ജിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാവൂ. ഇനി ബീറ്റ്റൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സായി കഴിഞ്ഞ് കുപ്പി ഓഫ് ചെയ്യും. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് കുപ്പിയിലേക്ക് മാറ്റാവൂ. Thank you for watching. Please subscribe to our channel, share and like this video.